ബിഗ് ബോസ് മലയാളം സീസൺ 7 രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലെ നായകൻ, വില്ലൻ, അതോടൊപ്പം ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആരൊക്കെയാണ് എന്നതാണ് അവിടെ സംസാരിക്കേണ്ടത്. ഒരു സിനിമ ആണ് ബിഗ് ബോസ് വീഡിയോ എങ്കിൽ ഇതിലെ 3 കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നാണ് പറയേണ്ടത്. ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. ഇതിൽ ആദ്യം വരുന്നത് നമ്മുടെ നെവിനാണ്. നെവിൻ പറയുന്നത് നായകൻ ഷാനവാസ്, വില്ലൻ അക്ബർ, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ അനീഷിനെയാണ്. പിന്നെ വന്നത് ലക്ഷ്മിയാണ്. ലക്ഷ്മി നായകനായിട്ട് പറഞ്ഞത് അനീഷിനെയാണ്, വില്ലനായിട്ട് ഷാനവാസിനെയും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് പറഞ്ഞത് നമ്മുടെ ആദിലയാണ്. അതുപോലെ ആര്യൻ പറഞ്ഞിരിക്കുന്നത് നായികയായിട്ട് അനുമോളയാണ്, വില്ലൻ അക്ബർ, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് നമ്മുടെ നൂറയാണ്. അനീഷ് നെവിനെയാണ് അഭിനയ കുലപതി എന്നൊക്കെ വിളിക്കുന്നത്. വില്ലനായിട്ട് പറഞ്ഞത് നമ്മുടെ അക്ബറിനെ തന്നെയാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മുടെ സാബുമാൻ. ഷാനവാസ് പറഞ്ഞത് സാബു ആണ് നായകൻ, വില്ലൻ നെവിൻ, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് നമ്മുടെ ലക്ഷ്മി. ആദില പറയുന്നത് നമ്മുടെ അനുമോളാണ് നായിക, വില്ലത്തിയായിട്ട് പറയുന്നത് നമ്മുടെ ബിന്നിയാണ്, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് നമ്മുടെ അനീഷാണ്. പിന്നെ നമ്മുടെ സാബുമോൻ പറയുന്നത് അനുമോളാണ് ഹീറോയിൻ, വില്ലൻ നെവിൻ ആണ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് നമ്മുടെ നൂറയാണ്. അനുമോള് പറയുന്നത് നെവിൻ ആണ് വില്ലൻ, അതുപോലെ സാബുമാനാണ് നായകൻ, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ബിന്നി ആണെങ്കിൽ അനുമോളാണ് നായിക, വില്ലൻ അക്ബർ, നൂറയാണ് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ്. നമ്മുടെ നൂറ പറയുന്നത് നായികയായിട്ട് അനുമോളയും അതുപോലെ വില്ലനായിട്ട് നമ്മുടെ നെവിൻ, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് നമ്മുടെ ആദിലയാണ് കേട്ടോ. അക്ബർ നായകനായിട്ട് ഷാനവാസിനെയും വില്ലനായിട്ട് നെവിനെയും. ഇതിൽ ഏകദേശം 5 പേരും നായികയായിട്ട് പറഞ്ഞിരിക്കുന്ന പേര് നമ്മുടെ അനുമോളയാണ് കേട്ടോ. അതുപോലെ അത്രയും പേര് തന്നെ വില്ലനായിട്ട് അക്ബറിനെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് കൂടുതലായിട്ട് എല്ലാവരും ഒന്ന് പറഞ്ഞിരിക്കുന്ന പേര് നമ്മുടെ നൂറയെ തന്നെയാണ് കേട്ടോ. ഇതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നടന്നിരിക്കുന്ന ടാസ്ക്.